Dear students, in circles previous year ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in figure O is the center of a circle of radius 5 cm. Radius നമുക്ക് 5 cm എന്ന് തന്നിട്ടുണ്ട്. T is a point such that OT equal to 13 cm. അപ്പോൾ OP 5 cm എന്ന് തന്നിട്ടുണ്ട്. OT T is a point such that OT equal to 13 cm. ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആൻഡ് OT ഇന്റർസെക്ട് സർക്കിൾ അറ്റ് ഇ. OT ഇ എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇഫ് AB ഈസ് എ ടാൻജന്റ് ടു ദ സർക്കിൾ അറ്റ് ഇ. ഇ എന്ന പോയിന്റിലുള്ള ടാൻജന്റ് ആണ് AB എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ഈ ABയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. TP ആൻഡ് TQ ആർ ടു ടാൻജന്റ്സ് ടു ദ സർക്കിൾ. TPയും TQയും ടു ടാൻജന്റ്സ് ടു ദ സർക്കിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? TPയും TQ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. TP തന്നെയായിരിക്കും TQ. അവിടെ OP എന്ന് പറയുന്നത് റേഡിയസ് ടാൻജന്റ്, P എന്നുള്ള പോയിന്റ് എന്നുള്ള ടാൻജന്റ് ആണ് PT അല്ലേ? അപ്പോൾ OP എന്താണ്? OP പെർപെൻഡിക്കുലർ ടു PT ആണ്. OP പെർപെൻഡിക്കുലർ ടു PT, അതായത് റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. റേഡിയസ് നമുക്ക് തിയറം 1 പ്രകാരം റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ OP പെർപെൻഡിക്കുലർ ടു PT ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ OPT നമുക്ക് എങ്ങനെ എഴുതാം? PT സ്ക്വയർ, ഇതാണ് ഹൈപ്പോടെന്യൂസ് സൈഡ്. OT സ്ക്വയർ ഈക്വൽ ടു PT സ്ക്വയർ പ്ലസ് OP സ്ക്വയർ ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PT സ്ക്വയർ ആണ്. PT സ്ക്വയർ ഈക്വൽ ടു OT സ്ക്വയർ മൈനസ് OP സ്ക്വയർ. OT എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 13. അപ്പോൾ 13 സ്ക്വയർ മൈനസ് OP എന്ന് പറയുന്നത് 5 സ്ക്വയർ. അപ്പോൾ 169 മൈനസ് 25 എത്രയാണ് വരുന്നത്? 144. അപ്പോൾ PT എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 12 റൂട്ട് 144 റൂട്ട് 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PT 12 സെൻറ്റിമീറ്റർ. PT 12 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ PA ഈക്വൽ ടു AE ആണ്. AE കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ AEയുടെ ഡബിൾ ആയിരിക്കും എന്ത്? AB. കാരണം സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ കോഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ AE ഈക്വൽ ടു EB ആണ്. അപ്പോൾ AE കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ABയുടെ ലെങ്ത് കിട്ടും. അതിനു വേണ്ടി ആദ്യം ഇനി എന്ത് ചെയ്യുന്നു? ലെറ്റ് PA ഈക്വൽ ടു X എന്ന് കൊടുത്തു. PA X ആണെങ്കിൽ ഇവിടെ AE എന്തായിരിക്കും? PA ഈക്വൽ ടു AE ഈക്വൽ ടു X എന്ന് കിട്ടി. അതുപോലെ ഇവിടെ നമുക്ക് OE എന്ന് പറയുന്നത് എത്രയാണ്? OE റേഡിയസ് ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. OE എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ET എന്ന് പറയുന്നത് ET ഈക്വൽ ടു OT മൈനസ് OE. ET എന്ന് പറയുന്നത് OT എത്രയാണ്? 13 മൈനസ് 5 ഈക്വൽ ടു എത്ര വരും അവിടെ? 8. അപ്പോൾ ET എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ട്രയാങ്കിൾ AETയിൽ നമുക്ക് AE ആണ് കണ്ടുപിടിക്കേണ്ടത്. AE കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ട്രയാങ്കിളിൽ AET ഇൻ ട്രയാങ്കിൾ AETയിൽ AETയിൽ നമുക്ക് എങ്ങനെ എഴുതാം? AE അതായത് ഇവിടെയാണ് 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ. AT സ്ക്വയർ ഈക്വൽ ടു ET സ്ക്വയർ പ്ലസ് AE സ്ക്വയർ. ഈ ട്രയാങ്കിൾ AETയിൽ നമുക്ക് AE കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ AEൻ്റെ ഡബിൾ ആണ് AB എന്ന് പറഞ്ഞു. അപ്പോൾ AT എന്താണ്? AT സ്ക്വയർ എന്ന് പറയുന്നത് ET സ്ക്വയർ പ്ലസ് AE സ്ക്വയർ ആണ്. അവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതായത് ET എത്രയാണ്? ET നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8. AE X ആണ്. AE എന്നുള്ളത് X. AT എന്ന് പറയുന്നത് AT ഈക്വൽ ടു PTയിൽ നിന്ന് PA മൈനസ് ചെയ്യാം. PTയിൽ നിന്ന് PA മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AT എന്നുള്ളത് കിട്ടും. PA നമ്മൾ X ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. PT 12 ആണ്. 12 മൈനസ് X. AT എന്നുള്ളത് 12 മൈനസ് X. ET എത്രയാണ്? ET ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. AE എന്ന് പറയുന്നത് X ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
12 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ ടി സ്ക്വയർ. ഇ ടി സ്ക്വയർ എന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് 2 ടൈംസ് എ എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 12 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. 12 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 മൈനസ് ഇത് 24x മൈനസ് 64 0. അല്ലെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈക്വൽ ടു 64. ഇവിടെ 24x is equal to 144 minus 64. അപ്പോൾ x is equal to ഇവിടെ എത്രയാണ് വരുന്നത്? 82. 144 minus 64 എന്ന് പറയുമ്പോൾ 80 ആണ് വരുന്നത്. 24x is equal to 80. x is equal to 80 by 24. 80 by 24 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 80 by 24. ത്രീ ടൈംസ് 3 ആവുമ്പോൾ 12 1 72 8. അപ്പോൾ 0.372 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് എക്സ് എന്ന് പറയുന്നത് 3.33 ആണ് കിട്ടിയിട്ടുള്ളത്. 3.333 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എ ഇ ആണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എ ഇ എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ് കിട്ടിയത്? എ ഇ ഈക്വൽ ടു എക്സ് ആണ്. അത് 3.33 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി. ഫോർ എ ബി ഈക്വൽ ടു 2 ടൈംസ് എ ഇ ആണ്. കാരണം സെൻട്രൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ കോഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ എ ഇ ഈക്വൽ ടു ഇ ബി ആണ്. എ ഇ ഈക്വൽ ടു ഇ ബി ആണ്. എ ഇ ഈക്വൽ ടു ഇ ബി ആവുമ്പോൾ എ ബി എന്ന് പറയുന്നത് 2 ടൈംസ് എ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ 2 ഇൻറ്റു 3.33 അപ്പോൾ 6.66 സെൻറ്റിമീറ്റർ. ഇത്രയാണ് നമുക്ക് എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമുക്ക് ഒ പി 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഒ ടി 13 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? പി ടി കണ്ടുപിടിക്കുക. അത് നമുക്കറിയാം റേഡിയസ് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് റൈറ്റ് ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പോൾ പി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒ ടി സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് പി ടി എത്ര കിട്ടി? പി ടി 12 എന്ന് കിട്ടി. അതിനുശേഷം പി എ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു. പി എ തന്നെയാണ് എ ഇ. അത് രണ്ടും എക്സ്. ഇതിൽ ഈ ഒരു ട്രയാങ്കിളിൽ എല്ലാ സൈഡും കൂടി കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇ എന്താണെന്നുള്ളത് കിട്ടും. അവിടെ എ ടി കിട്ടാൻ വേണ്ടിയിട്ട് പി ടി മൈനസ് പി എ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പി ടി മൈനസ് പി എ എന്ന് പറയുന്നതാണ് എ ടി. അപ്പോൾ എ ടി നമുക്ക് 12 മൈനസ് എക്സ് ആണ് കിട്ടുക. അതുപോലെ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് 13 ആണ്. ഇവിടുന്ന് ഈ 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ടി എന്ന് പറയുന്നത് 8 കിട്ടും. എ ഇ എക്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ ഇ എക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൻ്റെ 2 ടൈംസ് ആണ് എ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഫിഗർ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി 2 ടാൻജൻസ് പി ടി ആൻഡ് പി എസ് ആർ ഡ്രോൺ ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് റേഡിയസ്. ഇവിടെ നമുക്ക് റേഡിയസ് ആർ എന്ന് തന്നിട്ടുണ്ട്. ഒ പി ഈക്വൽ ടു 2r. അതുപോലെ ഒ പി ഈക്വൽ ടു 2r എന്ന് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ആംഗിൾ ഒ ടി എസ് ഈ രണ്ട് ആംഗിളും 30 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഒ ടി എസ് ഈക്വൽ ടു ഒ എസ് ടി ഈക്വൽ ടു 30 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഒ ടി ഈക്വൽ ടു ആർ. ഒ ടി ആർ എന്ന് തന്നിട്ടുണ്ട്. അതായത് റേഡിയസ് ആർ ആണ്. ഒ ടി ഈക്വൽ ടു ഒ എസ് ആണ്. അത് ഈക്വൽ ആർ എന്ന് കിട്ടി. ഇനി ഒ പി ഈക്വൽ ടു 2r തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിളും ആണ് ഈക്വൽ 30 ഡിഗ്രി എന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിൾ എസ് ഒ ടിയിൽ നമുക്ക് 3 ആംഗിൾ, ഈ ആംഗിൾ അറിയുകയാണെങ്കിൽ ടി ഒ എസ് എന്നുള്ള ആംഗിൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ആംഗിളും എന്താണ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് എത്രയാണെന്ന് പറയാൻ കഴിയും. അതിനു വേണ്ടി ഈ ആംഗിൾ, അതായത് ടി ഒ എസ് എന്നുള്ള ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ലെറ്റ് ആംഗിൾ ടി ഒ പി ഈക്വൽ ടു
തീറ്റ. ഇവിടെയാണ് നമ്മുടെ ആംഗിൾ ഉള്ളത്. അതായത് ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഇവിടെ തീറ്റ എന്ന് കൊടുത്തു, ടി ഇവിടെ പി ആണുള്ളത്. ടി ഒ പി ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെയാണ് 90 ഡിഗ്രി ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡുമാണ് അറിയുന്നത്. ഇത് R, ഇത് 2R ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ കഴിയും, ഒ ടി ബൈ ഒ പി. കോസ് തീറ്റ ഈക്വൽ ടു ഒ ടി ബൈ ഒ പി ആണ്. ഒ ടി എന്ന് പറയുന്നത് എത്രയാണ്, 6. ഒ പി എന്ന് പറയുന്നത് 2R ആണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് അവിടെ 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ തീറ്റ എത്രയായിരിക്കും, 60 ഡിഗ്രി. കോസ് 60 ആണ് നമുക്ക് 1/2. അപ്പോൾ ആംഗിൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ആ ആംഗിൾ 60 ഡിഗ്രി, അതായത് ഈ ഹാഫാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് 60 ആണെങ്കിൽ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉള്ളത്. അപ്പോൾ ആംഗിൾ ടി ഒ എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ടൈംസ് തീറ്റയാണ്. 2 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ അത് 120 ഡിഗ്രി ആണെങ്കിൽ അത് 120 ഡിഗ്രി ആയി. ആംഗിൾ 120 ഡിഗ്രി ആയി. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിളും 30 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇൻ ട്രയാങ്കിൾ ടി ഒ എസിൽ ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ ടി ഒ എസ് പ്ലസ് ആംഗിൾ ഒ ടി എസ് പ്ലസ് ആംഗിൾ ഒ എസ് ടി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇവിടെ ആംഗിൾ ഒ ടി എസും ഒ എസ് ടിയും ഈക്വൽ ആണ്. കാരണം ഒ ടി ഈക്വൽ ടു ഒ എസ് ആണ്. സൈഡ്സ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, ആംഗിൾ ഒ ടി എസ് ഈക്വൽ ടു ആംഗിൾ ഒ എസ് ടി. കാരണം ഒ ടി ഈക്വൽ ടു ഒ എസ് ആണ്. ഒ ടി ഈക്വൽ ടു ഒ എസ് ആവുമ്പോൾ ആ രണ്ട് ആംഗിളും ഈക്വലായി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാതെ ആംഗിൾ ടി ഒ എസ് നമ്മൾ കണ്ടുപിടിച്ചു. ടി ഒ എസ് എത്രയാണ്, 120 ഡിഗ്രി പ്ലസ് ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം, 2 ടൈംസ് ടി ഒ എസ്. ഒ ടി എസ് അല്ലെങ്കിൽ ഒ എസ് ടി എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒ ടി എസ് ഈക്വൽ ടു 180. 2 ടൈംസ് ആംഗിൾ ഒ ടി എസ് ഈക്വൽ ടു 180 മൈനസ് 120. അപ്പോൾ അവിടെ നമുക്ക് 60 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ഒ ടി എസ് എന്ന് പറയുന്നത് 60/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഒ ടി എസ് ഇസ് ഈക്വൽ ടു ഒ എസ് ടി ഈക്വൽ ടു 30 ഡിഗ്രി. ദെർഫോർ എങ്ങനെ എഴുതിയാൽ മതി, ഒ ടി എസ് ഈക്വൽ ടു ഒ എസ് ടി, ആംഗിൾ ഒ എസ് ടി ഈക്വൽ ടു 30 ഡിഗ്രി. ലാസ്റ്റ് അത് എഴുതുക. അപ്പോൾ അത്രേ അതിൽ ഓർമ്മിക്കേണ്ടതുള്ളൂ. ആംഗിൾ സം പ്രോപ്പർട്ടി, ഈ രണ്ട് ആംഗിളാണ് നമുക്ക് 30 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ടി ഒ എസ് എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ ഒ ടി എസും ഒ എസ് ടിയും ഈക്വൽ ആണ്. കാരണം ഒ ടി ഈക്വൽ ടു ഒ എസ്, രണ്ടും റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് 2 ടൈംസ് ഒ ടി എസ് എന്ന് എഴുതാം. അതിൽ നിന്ന് ഒ ടി എസ് 30 ഡിഗ്രി കിട്ടും. ഒ ടി എസ് തന്നെയാണ് എന്ത്, ഒ എസ് ടി. അപ്പോൾ അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഫിഗർ എ ഒ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് AC is a tangent to the circle at A. If BOC, angle BOC എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്, then find angle ACO. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ACO എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയുന്ന കാര്യം OA പെർപെൻഡിക്കുലർ ടു AC ആണ്. കാരണം റേഡിയസ് തിയറം 1 പ്രകാരം റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻ്റ് ആണ്. റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻ്റ് ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആ ആംഗിൾ 90 ഡിഗ്രി. പിന്നെ എന്താ, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, BOC. ആംഗിൾ BOC ഈക്വൽ ടു 130 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംഗിൾ BOC, ഈ ഒരു ട്രയാങ്കിൾ OAC എന്നുള്ള ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് എന്ത്, BOC. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA. അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയർ, ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മിന് ഈക്വൽ ആണ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. 9th പഠിച്ചതാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ എക്സ്റ്റീരിയർ, ഈ ഒരു ട്രയാങ്കിൾ AOC എന്നുള്ള ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് BOC. അപ്പോൾ BOC എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ആംഗിളിൻ്റെ സമ്മ് ഈക്വൽ ആണ്.
അപ്പോൾ ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ. ബി ഒ സി എത്രയാണ്? 130 ഡിഗ്രി. ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് ഇത് പെർപെൻഡിക്കുലർ, ഒ എ പെർപെൻഡിക്കുലർ ടു എ സി ആകുമ്പോൾ അവിടെ ആംഗിൾ ഒ എ സി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ഒ സി എ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ സി എ തന്നെയാണ് ആംഗിൾ എ സി ഒ. അതെങ്ങനെ എഴുതിയാൽ മതി? ആംഗിൾ എ സി ഒ. അപ്പോൾ ആംഗിൾ എ സി ഒ ഈക്വൽ ടു 130 മൈനസ് 90. 130 മൈനസ് 90 അവിടെ എത്രയാണ് വരുന്നത് നമുക്ക്? അപ്പോൾ 40. ആംഗിൾ എ സി ഒ എന്ന് പറയുന്നത് 40 ഡിഗ്രി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് പി ക്യു ആൻഡ് പി ആർ ആർ ടു ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെന്റർ ഒ, ഇഫ് ആംഗിൾ ക്യു പി ആർ ഈക്വൽ ടു 46 ഡിഗ്രി തന്നിട്ടുണ്ട്. ക്യു ഒ ആർ ആണ് കാണേണ്ടത്. ഇവിടെ ഈ രണ്ട് ആംഗിളും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ക്യു ഒ ആർ ആൻഡ് ആംഗിൾ ക്യു പി ആർ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആംഗിൾ ക്യു പി ആർ ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെ നമുക്ക് ആംഗിൾ ക്യു പി ആർ തന്നിട്ടുണ്ട്. ക്യു ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 180 മൈനസ് 46. അപ്പോൾ 180യിൽ നിന്ന് 46 മൈനസ് ചെയ്യുക. 134 മാത്രമേ അതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.